ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ നമ്മുടെ ജിങ്ഷിയുടെ കമ്പനി അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. അതിന്റെ സന്തോഷത്തില് 3 ഫ്രണ്ട്സും കൂടി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഓഫീസിലേക്ക് പുതിയ സ്റ്റാഫിനെയൊക്കെ എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത് സിസോയും ലില്ലിയും കൂടിയിട്ടാണ്. ഒരുപാട് ഫ്രഷേഴ്സ് വരുന്നുണ്ട്. അതുമല്ലാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളും വരുന്നുണ്ട്. അതിനിടയിലേക്ക് നമ്മുടെ വേവയും വരും. ജിങ്ഷി പോയതിനു ശേഷം ഞങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നടന്നു. ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാലും എനിക്ക് ജിങ്ഷിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടാണ് കൂടുതൽ താല്പര്യം. അവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടിയ പോലെയാണെന്ന് പറയും. അപ്പൊ തന്നെ സിസോ, പഴയ കമ്പനിയിൽ നടന്ന പോലെയുള്ള മിസ്റ്റേക്സ് ഇവിടെ നടത്താനായിട്ട് പാടില്ല എന്ന് പറയും. ഞാൻ മാക്സിമം ട്രൈ ചെയ്തോളാം. എന്തായാലും 1 മന്ത് ട്രയൽ പീരീഡ് ഇല്ലേ, ഞാൻ എന്റെ ബെസ്റ്റ് കൊടുത്ത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എന്നെ പെർമനന്റ് ആക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കെന്നാ ട്രയൽ പീരീഡിൽ കാണാമെന്നും പറഞ്ഞ് ലില്ലി നമ്മുടെ വേവന ജോലിക്ക് എടുക്കും. ഉടനെ തന്നെ ലില്ലി താഴേക്ക് പോയി അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവളുടെ റിസൈനിങ് ലെറ്റർ ഹെഡിന്റെ കയ്യിലേക്ക് കൊടുക്കും. പുള്ളിക്ക് ഭ്രാന്ത് കയറും. നീ എന്ത് വിചാരിച്ചാണ് ഇവിടുത്തെ ജോബ് കളഞ്ഞിട്ട് പോകുന്നത്? അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഇതങ്ങനെയല്ല, പല വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോ ബെസ്റ്റ് ചോയ്സ് കളഞ്ഞ് നീ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പുറകെ പോവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ജിങ്ഷി പോയതിനു ശേഷം എല്ലാ കുറ്റവും നിങ്ങൾ എല്ലാവരും കൂടി എന്റെ തലയിലേക്കാണ് എടുത്തിടുന്നത്. ദേ ഇരിക്കുന്നവനുണ്ടല്ലോ, അവനൊരു പണിയും ചെയ്യില്ല. എന്നിട്ട് അതിന്റെ കുറ്റം പോലും ഞാൻ കേൾക്കേണ്ടി വരുന്നുണ്ട്. ജിങ്ഷിന നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് എനിക്കറിയാം. ആ അവസ്ഥ എനിക്ക് എന്തായാലും വേണ്ടെന്നും പറഞ്ഞ് അവളുടെ ID കാർഡൊക്കെ ഊരി വെച്ച് അവിടെ നിന്ന് നടന്നു പോകും. അതേ ടൈം ഗ്യാനിനെ കാണിക്കാണ്. ഇപ്പൊ ഒരു ബോർഡ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പ്രസന്റ് ഒക്കെ ചെയ്ത്, അതുമല്ലാണ്ട് പുതിയൊരു ഡയറക്ടറിന് നമ്മുടെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ, അയാളെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവന്റെ റൂമിലേക്ക് വരുമ്പോ സിഡ്നി ആണെങ്കിലോ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബേ പ്രൊജക്ട് ഇപ്പോ പ്രോസസ്സിംഗിലാണല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് സിഡ്നി ഇപ്പോ വന്നത്. എന്തായാലും അതിന്റെ ഫേസ് 2 പ്രോജക്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡോക്ടർ ജിയാങ്ങിന്റെ ഗ്രൂപ്പ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറയും. ആ ടൈമിനാണ് ഇവന്റെ കസിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളെ കാണുമ്പോ തന്നെ സിഡ്നി ആണെങ്കിലോ എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. ഇപ്പോ ജിയാങ് എന്ന പേരുള്ള ഒരു ഡയറക്ടറിനെ മാറ്റി അയാൾക്ക് പകരം വേറൊരാളെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി ചോദിക്കാനാണ് യുവാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ ഞാനും ഇതൊക്കെ നോർമൽ അല്ലേ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. ഇതൊക്കെ നോർമലായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമെന്ന് പറയും. ആക്ച്വലി നമ്മുടെ ഞാൻ 15 വർഷം വർക്ക് ചെയ്ത ഒരാളെയാണ് ഇപ്പൊ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതങ്ങനെ തന്നെ എടുത്തു കാണിച്ച് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാല് ഫ്യൂച്ചറിൽ നിനക്ക് തന്നെ അത് ബാക്ക് ഫയർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായാലും തെറ്റ് ചെയ്താൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം. അതല്ലേ ഇവിടുത്തെ നിയമം എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ഇത്രക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഗ്രാൻഡ് പൈ ഇതറിഞ്ഞ സമ്മതിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഗ്രാൻഡ് പക്ക് ഇപ്പോ വേണ്ടത് പ്രോഫിറ്റ് ആണ്. അതെന്റെ പെർഫോമൻസ് കൊണ്ട് പ്രൂവ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഞാൻ നേരെ ഒരു മീറ്റിങ്ങിനായിട്ട് ചെന്നിരിക്കും. ആ ടൈമിന് ജിങ്ഷിയുടെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് വരും. ജിങ്ഷിയുടെ കമ്പനിയുടെ ഫസ്റ്റ് ഫോർമൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഈവനിങ് ആണ്. പറ്റുമെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നും ചോദിച്ചുള്ള മെസ്സേജ് ആണ് ഇപ്പോ വന്നിട്ടുള്ളത്. അത് കണ്ട് ടൈം ഉണ്ടെങ്കിൽ വരാന്നും പറഞ്ഞ് റിപ്ലൈയും അഴക്കും. അങ്ങനെ ഈവനിങ് ആകും. എല്ലാവരും മീറ്റിങ്ങിനായിട്ട് വന്നിരിക്കും. അവസാനം ജിങ്ഷിയും എത്തും. ഞാൻ മാത്രം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടൈം നോക്കും. ഏകദേശം ടൈം ആവാനായി. എന്തായാലും മീറ്റിംഗ് തുടങ്ങാന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് വരും. അപ്പൊ തന്നെ ജിങ്ഷി യാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകും. വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഒരു ചെയറും വലിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറി നമ്മുടെ ഞാൻ ചെന്നിരിക്കും. അങ്ങനെ മീറ്റിംഗും സ്റ്റാർട്ട് ചെയ്യും. ഓരോരുത്തരും വന്ന് അവരവരുടേതായിട്ടുള്ള ഐഡിയാസ് ഒക്കെ പ്രസന്റ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ യാനും കാണുന്നുണ്ട്. അതുമല്ലാണ്ട് ജിങ്ഷിനെ നല്ല രീതിക്ക് നോക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ മീറ്റിംഗും കഴിയും. പുതിയതായിട്ട് വന്ന പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ ബേബിയുടെ അടുത്ത് യാനിനെ ചൂണ്ടിക്കാണിച്ച് ഇതാരാണെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് വേറെ ആരുമല്ല, നമ്മുടെ കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണെന്ന് പറയും. എന്ത്, നമ്മുടെ കമ്പനിയുടെ ഇൻവെസ്റ്ററോ? ചെറിയ മീറ്റിംഗ് ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. പുള്ളിക്കാരന് നല്ല മനസ്സാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതേ ടൈം ഞാൻ നേരെ ജിങ്ഷിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താണ്, മീറ്റിംഗ് മാത്രമേ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കുള്ളൂ? നിങ്ങളുടെ ഓഫീസൊന്നും എനിക്ക് കാണിച്ചു തരുന്നില്ലേ എന്ന് ചോദിക്കും. അയ്യോ, എനിക്കൊരു പ്രോബ്ലം ഇല്ല, വാവാന്നും പറഞ്ഞിട്ട് ജിങ്ഷിയുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ബോറടിച്ചോ? ഇങ്ങനെയുള്ള ചെറിയ
ചെറിയ മീറ്റിംഗ് ഒന്നും നിങ്ങൾ അധികം അറ്റൻഡ് ചെയ്ത് കാണില്ലല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പിന്നെ എനിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനും അങ്ങനെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അഡ്വൈസ് ഒക്കെ കൊടുക്കും. പക്ഷേ ജിൻസിക്കാണെങ്കിലും ഇതൊന്നും കേട്ടിട്ട് അത്രക്ക് ദഹിക്കുന്നൊന്നുമില്ല. ഞാൻ എന്റെ എംപ്ലോയീസുമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ കമ്പനി ഉയർത്തിക്കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ ഡ്രീം. ഞങ്ങൾ ഇങ്ങനെ പോവുള്ളൂ എന്ന് പറയും. നിന്റെ ഈ സംസാര രീതി കേട്ടിട്ട് അടുത്ത ഘട്ടത്തിലേക്കുള്ള തുക നിനക്ക് വേണ്ടാന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയും. നിങ്ങളല്ലേ എന്റെ അടുത്ത് ആ വില്ലേജിൽ വെച്ച് പറഞ്ഞത് ഡ്രീമിന് പിന്നാലെ ഓട്, അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഡ്രീം ഉള്ളത് നല്ലത് തന്നെയാണ്, പക്ഷെ അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ആസ് എ ബോസ ഫീലിങ്സോട് കൂടി തന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് നല്ലൊരു അഡ്വൈസ് ഒക്കെ കൊടുക്കും. അതിനുശേഷം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രോജക്ട് എക്സ്പെരിമെന്റൽ റിപ്പോർട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്തേക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവര് ഓർഡർ ചെയ്ത പ്രകാരം ആ 3D പ്രിന്റർ ഇവരുടെ കയ്യിലേക്ക് ഡെലിവറി ആയിട്ടുണ്ട്. ഇനി ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രോജക്റ്റ് ആയി, എക്സ്പെരിമെന്റ് ആയി, അതിന്റെ ഡിസ്കഷൻ ആയി, 1mm വലിപ്പമുള്ള ഓരോ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കലുമായി. ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം വേണം ഇതിന്റെ റിപ്പോർട്ട് യാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ തത്രപ്പാടിലാണ് ഇപ്പോൾ എല്ലാവരും. അങ്ങനെ റിപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മുടെ ജിൻസി യാനിനെ കാണാനായിട്ട് ചെല്ലും. ഓരോന്നും നമ്മുടെ യാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ജിൻസി ചെല്ലും. ഇവനാണെങ്കിൽ ഒരുമാതിരി നോക്കി, എന്താണ് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചാണോ നീ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നത്? ഒന്നും വേണ്ട, അവിടെ ഇരുന്നാ മതി എന്നും പറഞ്ഞ് നാണം കെടുത്തി ജിൻസിനെ അവിടെ പിടിച്ചെടുത്തു. അതേ ടൈം ഫയൽ മറിച്ച് നോക്കുമ്പോ ഇവള് പേന കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താണത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിൻസി അടുത്ത് വന്നിരുന്ന് അതിനെപ്പറ്റി ഒരുമാതിരി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കും. ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ള നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്രക്ക് കൊള്ളില്ലല്ലോ. ഈ ഒരു സാധനം വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റർ ആണ് കാണുന്നതെങ്കിൽ വായിച്ചെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും പറഞ്ഞ് നൈസായിട്ട് ഇവളെ ഇൻസൾട്ട് ചെയ്യും. ഇനിയാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളത്. ഇനി റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണം, അത് ഒരുപാട് കഷ്ടമാണ്. അല്ല ജിൻസി, നിനക്ക് എന്റെ ഹെൽപ്പ് വല്ലതും വേണോന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ബോസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് വേണോന്ന് പറഞ്ഞ് ജിൻസി ആണെങ്കിൽ തലയും കുലുക്കി നിൽക്കും. അപ്പൊ തന്നെ ഞാനാണെങ്കിലും ഇവളെ നോക്കി കൈ കാണിക്കും. ഇവളുടെ വിചാരം ഞാനെന്തോ ഹൈഫൈ കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ ഇവളും ഹൈഫൈ കൊടുക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, അങ്ങനെയല്ല 5% എന്ന് പറയും. ഓക്കെ ബോസ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, എന്തായാലും റോ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വാങ്ങിക്കോളാന്നും പറഞ്ഞ് ഫയലും എടുത്ത് പുറത്തേക്ക് ഓടും. അങ്ങനെ പോകുന്ന വഴി ലിങ്ങിനെയും കാണും. ഇവനാണെങ്കിലോ ഇവന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ എന്റെ അടുത്തേക്ക് വന്നേക്കുവാന്ന് പറയും. എന്നാ ശരി, ഇപ്പൊ ബോസ് നല്ല മൂഡിലാ ഉള്ളത്, എന്തായാലും അകത്തേക്ക് പോയിക്കോന്നും പറഞ്ഞ് അവനെ പറഞ്ഞയച്ച് ജിൻസി അങ്ങനെ അവളുടെ ഓഫീസിലേക്ക് പോകും. അതേ ടൈം നമ്മുടെ സിസോനെ കാണിക്കാണ്. ലില്ലിക്ക് വേണ്ടി ഓർഡർ ചെയ്ത ബാഗ് ഒരുവിധം അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലില്ലി വരുമ്പോ തന്നെ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കണോന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ ടൈമിന് ലില്ലി അകത്തേക്ക് കയറി വരും. അവളുടെ കയ്യിലാണെങ്കിലോ സിസോ ഓർഡർ ചെയ്ത സെയിം ബാഗ് തന്നെ ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോ അവിടെയുള്ള ലേഡി സ്റ്റാഫ്, അല്ല ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നും പറഞ്ഞാണല്ലോ വന്നത്, ഇത് നീ എങ്ങനെ വാങ്ങി? ഇതേപോലുള്ള പ്രോഡക്റ്റ് ഒക്കെ ഫേക്ക് ആയിട്ട് വിൽക്കുന്നുണ്ട്, ഇനി അവിടെ നിന്ന് വാങ്ങിയതാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ സ്റ്റാഫിലുള്ള ഒരാള്, അല്ല ലില്ലി, ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മറ്റേ ലേഡി സ്റ്റാഫ്, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, ഇത് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, അത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാന്നും പറഞ്ഞ് ലില്ലിനെ നോക്കി, സത്യം പറ ലില്ലി, ഇത് നിനക്ക് ആര് വാങ്ങി തന്നതാണ്? നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലില്ലി ആണെങ്കിലും ഉടനെ തന്നെ, അതെ ഇതെന്റെ ബോയ് ഫ്രണ്ട് വാങ്ങി തന്നതാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ പാവം നമ്മുടെ സിസോന്റെ ഹൃദയം തകർന്നു പോകും. അപ്പൊ തന്നെ അവിടെയുള്ള ഒരു സ്റ്റാഫും, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഭയങ്കര റിച്ച് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗൊക്കെ വാങ്ങി തരണമെങ്കിൽ അത്രയ്ക്കും റിച്ച് ആയിരിക്കണം, അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഇപ്പോ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്? നിങ്ങൾ ഇവിടെ വന്നത് വർക്ക് ചെയ്യാനല്ലേ, അപ്പൊ വർക്ക് പോയിരുന്ന് വർക്ക് ചെയ്തെന്ന് പറഞ്ഞ് ലില്ലി എല്ലാത്തിനെയും ഓടിച്ചു വിടും. പാവം നമ്മുടെ ജിസോ, ലില്ലിക്ക് ലവറുണ്ടെന്ന് കേട്ടപ്പോ തന്നെ പുള്ളിക്കാരന്റെ അവസ്ഥ ദയനീയകരമാണ്. അതേ ടൈം യാനിനെ കാണാനായിട്ട് ലിങ്ങകത്തേക്ക് കയറി വരും. എന്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ ഭയങ്കര സക്സസ്ഫുൾ ആകാൻ പോകുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ലിങ്ങാണെങ്കിലോ യാനെന്റെ ഫേസ് ടു ഫേസ് അടുത്ത് വരും. ഞാനാണെങ്കിലോ ഒന്ന് നോക്കി, ഇനിയും നീ എന്റെ അടുത്ത് വരുവാണെങ്കിൽ നിന്റെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ വലിച്ചെറിഞ്ഞ് കളയോന്നറിയോ? നിനക്കൊക്കെ ഫാഷനെ പറ്റി എന്തറിയാന്നും പറഞ്ഞ് ഇവനിപ്പോ ബാറാണല്ലോ റൺ ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഫയൽ എടുത്തു കൊടുക്കും. ഞാനും അങ്ങനെ ആ ഫയലൊക്കെ നോക്കിയിട്ട്, നിന്റെ ഐഡിയ അത്രക്ക് നല്ലതല്ല, ഓൾറെഡി നീ ബാർ നടത്താൻ പോകുന്ന സ്ട്രീറ്റില് 5-8 ബാറുകൾ വേറെയുണ്ട്, ഈ സെയിം രീതിയിൽ തന്നെയാണ് നീയും ഒരു ബാർ തുടങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇത് അത്രക്ക് സാറ്റിസ്ഫൈഡ് അല്ല, വെറുതെ ഒരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടേ കാശിട്ടിട്ട് കാര്യമില്ലല്ലോ, അത് കളഞ്ഞ പോലെ ആവില്ലേ, അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള
നല്ലൊരു പ്ലാനുമായിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാന്ന് പറഞ്ഞ് ലിങ്ങിനെ പറഞ്ഞഴക്കും. അതേ ടൈം സിഡ്നി ജിങ്ഷിക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കേണ്ട ഒരാളെ ചെന്ന് കാണും. അയാളെ ചെന്ന് ജിങ്ഷിക്ക് റോ മെറ്റീരിയൽസ് കിട്ടാത്ത വിധം ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് വെക്കും. ജിങ്ഷിക്കാണെങ്കിലും ഇപ്പൊ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല. ആകെ സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുവാണ്. അപ്പൊ തന്നെ ലില്ലി, എന്തായാലും നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയിട്ട് വരാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിനാണ് സിസോ ആ ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവള് വരുന്ന കാണുമ്പോ തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകും. ലില്ലി സിസോനെ കാണുന്നുണ്ട്, എന്നാലും കാണാത്ത പോലെ നടന്ന് നേരെ യുഷിനെ കാണാനായിട്ട് ചെല്ലും. എന്നിട്ട് യുഷിയുടെ അടുത്ത് മിസ്റ്റർ മായിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. യുഷിയുടെ ഫാമിലി ഇത്തിരി റിച്ച് ആണ്, അതുമല്ലാണ്ട് ഇവരുടെ സർക്കിളിലുള്ള എല്ലാവരെയും പറ്റി ഒരു ധാരണയും യുഷിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇത്തിരി അധികമായിട്ട് കൊടുക്കും, അല്ലാണ്ട് വേറൊരു ബാഡ് ഹാബിറ്റും ഇല്ലാന്ന് പറയും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ജിങ്ഷിയുടെ കാര്യം യുഷി എടുത്തിടും. അവളിപ്പോ ഓക്കെ ആണോ, ബ്രേക്കപ്പിന് ശേഷം അവള് ഓക്കെ ആയി വരുന്നുണ്ടോ എന്ന് എന്നെ ചോദിക്കും. ബ്രേക്കപ്പിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും അവൾക്ക് ടൈമില്ല. അവൾ അവളുടെ ഓഫീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുവാണ്. അപ്പോഴാണ് ഈ ബ്രേക്കപ്പ്. അതൊന്നും അവളുടെ മനസ്സിലേ ഇല്ലാന്ന് പറയും. അതിനുശേഷം ലില്ലി മിസ്റ്റർ മായുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ തന്നെ ലില്ലി മിസ്റ്റർ മായിനെ കാണാനായിട്ട് ചെല്ലും. മിസ്റ്റർ മായ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകും. അങ്ങനെ തന്നെ സീൻ കട്ട് ചെയ്താല് ഇപ്പോ ഈസോയിന്റെ കാറിലാണ് ഉള്ളത്. ജിങ്സിക്ക് കോള് ചെയ്ത് പോയ കാര്യം ഒന്നും നടന്നില്ല. പുള്ളിക്കാരൻ വെറുതെ കുടിച്ച് വോമിറ്റ് ചെയ്തോണ്ടിരുന്നു. പിന്നെ ഞാൻ ദേ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പൊ തന്നെ ഈസോയോ, നീ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ ഷിങ്ചങ് കമ്പനിയില്, അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാന്ന് പറയും. ഈസോയിന് ജിങ്ഷിനെയും ഈ കമ്പനിനെയും നന്നായിട്ട് തന്നെ അറിയാം. എന്നാലും ലില്ലിയുടെ അടുത്ത് അറിയാവുന്ന പോലെ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ തന്നെ ലില്ലി, എന്തായാലും എന്റെ ജോബിന്റെ കാര്യം പറഞ്ഞ് നിന്റെ ഇപ്പോഴത്തെ മൂഡ് ഞാൻ സ്പോയില് ചെയ്യുന്നില്ല, വാ നമുക്ക് പോവാന്നും പറഞ്ഞ് കാറും എടുത്ത് അവിടെ നിന്ന് പോകും. അതേ ടൈം നമ്മുടെ ലിങ്ങിനെ കാണിക്കാണ്. ഇനി ഞാൻ എന്റെ ബാറ് എങ്ങോട്ട് കൊണ്ടുപോയി വെക്കും, ഏത് പ്ലേസിൽ വെച്ചാലായിരിക്കും എന്റെ ബാറ് സക്സസ് ആവുക, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് തലപൊകയും. അവസാനം ഭ്രാന്ത് കയറി ലാപ്ടോപ്പ് അടച്ചു വെച്ച് പിന്നെ ആലോചിക്കാമെന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും നാൻസി ആണെങ്കിലോ ലൈവ് ഒക്കെ ഇട്ട് നേരെ അങ്ങോട്ടേക്ക് വരും. നാൻസിനെ കാണുമ്പോ തന്നെ ലിങ്ങോടി ലൈവിൽ കയറി ഒരു ഹായ് ഒക്കെ കാണിക്കും. മാറി നിൽക്കടാന്ന് പറഞ്ഞ് ലിങ്ങിനെ തള്ളിവിട്ട് നാൻസി ആണെങ്കിലോ ആ ഒരു പ്ലേസ് മൊത്തം ചുറ്റി കാണിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുമ്പോ അവളുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ലിങ് വന്നിരിക്കും. എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നാൻസി ആണെങ്കിലോ ഇവനെ മൈൻഡ് ചെയ്യാണ്ട് ലൈവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ലിങ് ഇവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്ത് വന്നാലും ഇവന് താങ്ക്സ് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ താങ്ക് യു ലിങ് എന്നും പറഞ്ഞ് ലൈവിൽ നോക്കിയും ഇവനെ ഡയറക്റ്റ് നോക്കിയും ഒക്കെ താങ്ക്സ് ഒക്കെ പറയും. ലിങ് ഇങ്ങനെ നാൻസിയുടെ പുറകെ നടക്കുന്നതിന് ഒരു കാരണവും കൂടിയുണ്ട്. ഇവന്റെ ബാറിന്റെ കാര്യം ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സജഷൻസ് ഒക്കെ കിട്ടുമല്ലോ. അതിപ്പോ നാൻസിയുടെ അടുത്ത് പറഞ്ഞ് പ്ലീസ് ഇതൊന്ന് നീ ലൈവിൽ ചോദിക്കെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കും. അങ്ങനെ വേറെ നിവർത്തിയിലാണ്ട് നാൻസിയും ഇതിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് ഓഡിയൻസിന്റെ അടുത്ത് ചോദിക്കും. അവരും അങ്ങനെ സജഷൻസ് ഒക്കെ പറയാനും തുടങ്ങും. അതിനിടയിൽ ലിങ് നിങ്ങളുടെ സജഷൻ എന്താന്നും പറഞ്ഞ് അവളുടെ ഐഡിയ ചോദിക്കും. അങ്ങനെ നാൻസിയും പറയാനായിട്ട് തുടങ്ങും. ഒരു ബാറാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അതിൽ കുറച്ച് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാം, അങ്ങനെ ഒരു ഫീലോട് കൂടി അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുമെന്നും പറഞ്ഞ് ഒരുവിധം നല്ല ഐഡിയ ഒക്കെ നമ്മുടെ നാൻസി പറഞ്ഞു കൊടുക്കും. എന്തായാലും ഇത് സൂപ്പർ ഐഡിയ ആണ്, അത് ലിങ്ങിനും ഇഷ്ടമാകും. അതിനുശേഷം വീണ്ടും ലിങ്, എന്നാലും ഒരു സജഷനും കൂടി എനിക്ക് വേണം, ഈ ബാർ ഞാൻ ഏത് സ്ട്രീറ്റിൽ വെക്കണോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ നാൻസിക്ക് ഭ്രാന്ത് കയറി ഒന്നെഴുന്നേറ്റ് പോടാന്ന് ലിങ്ങിന്റെ അടുത്തും പറഞ്ഞ് ഇതോടുകൂടി തന്നെ ഈ കഫേ ടൂറും കഴിയുവാണ്. നെക്സ്റ്റ് ഏത് പ്ലേസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യൂന്നും പറഞ്ഞ് നമ്മുടെ നാൻസി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അതേ ടൈം ലില്ലിനെ കാണിക്കാണ്. മിസ്റ്റർ മായ എന്ന പേരുള്ള ഒരാളെ നമ്മുടെ ലില്ലി മീറ്റ് ചെയ്ത് വന്നില്ലേ, ഇപ്പോ അയാള് ലില്ലിക്ക് കോൾ ചെയ്ത് റോ മെറ്റീരിയൽസ് ഒക്കെ തരാന്നും പറഞ്ഞ് ഓക്കെ അടിച്ച് ഫോൺ വെക്കും. പുറകെ തന്നെ ഈസോയുടെ കോളും കൂടി വരും. നിന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയോ എന്ന് ചോദിക്കും. ഇപ്പോഴാണ് എന്റെ പ്രോബ്ലം സോൾവ് ആയെന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾ വിളിച്ചല്ലോ, അപ്പോ നിങ്ങളാണോ എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കും. ഞാൻ ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്തില്ല, മിസ്റ്റർ മായിനെ അറിയാവുന്ന ഒരാളെ വെച്ച് ഞാൻ സംസാരിപ്പിച്ചു, അങ്ങനെയാണ് ഈ ഓർഡർ സെറ്റ് ആക്കിയെന്ന് പറയും. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു.